ഹലോ ഫ്രണ്ട്സ്, മൈ പോസിറ്റീവ് ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പണം വരാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആവശ്യത്തിന് പണം സമ്പാദിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ജോലി നേടാൻ കഴിയുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്നും അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്നും ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണ നിയമത്തിലൂടെ നേടാൻ കഴിയും. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. അതായത് ഈ നിയമം പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും വിശ്വസിക്കുന്നതും തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ ആകർഷിക്കുന്നത് എന്നാണ്. ഇനി നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാനായി ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കുക എന്നതാണ്. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല, എനിക്ക് സമ്പാദിക്കാൻ കഴിയുന്നില്ല, എനിക്ക് യാതൊരു ഭാഗ്യവുമില്ല എന്നൊക്കെ ചിന്തിച്ചാൽ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. അതിനു പകരം അതിന് ഓപ്പോസിറ്റായ നല്ല ചിന്തകൾ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ട് എന്നാണ്. എനിക്ക് പണം വരാൻ വഴികൾ തുറക്കുന്നു എന്ന് സ്ഥിരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മനസ്സ് അത് നേടിയെടുക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തേതായി ഉണ്ടായിരിക്കേണ്ടത് വിശ്വാസമാണ്. നമ്മുടെ ഉള്ളിൽ തന്നെ എനിക്ക് സാധിക്കില്ല എന്ന വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അവസരങ്ങൾ പോലും നമ്മൾ കാണാതെ പോകും. എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കില്ല, എനിക്ക് അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല, എനിക്ക് നല്ല ജോലി ലഭിക്കുന്നില്ല എന്നൊക്കെ തന്നെ നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വരികയുള്ളൂ. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ എനിക്ക് പണം വരാൻ വഴികൾ തുറക്കുന്നു എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ വിശ്വസിക്കുകയും ചെയ്യുക. ഇനി മൂന്നാമത്തേതായി നമുക്കുണ്ടായിരിക്കേണ്ടത് ഭാവനയാണ്. ഭാവന അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ. നമുക്ക് എന്താണോ വേണ്ടത്, എത്ര പണമാണോ വേണ്ടത്, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ലഭിച്ചതായി സന്തോഷത്തോടു കൂടി മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കാണുക. അതിനോടൊപ്പം തന്നെ ആ സന്തോഷവും നമ്മൾ അനുഭവിക്കണം. മറ്റൊന്ന്, എപ്പോഴും നമ്മൾ പോസിറ്റീവായി ചിന്തിക്കണം. നമ്മുടെ മനസ്സിൽ സന്തോഷവും നന്ദിയും ആത്മവിശ്വാസവുമാണ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അത് നമുക്ക് നല്ല ഫലങ്ങൾ നൽകും. മറിച്ച് പേടി, നിരാശ, നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് പണം സമ്പാദിക്കാനായി ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിന് ആദ്യമായി നമുക്ക് അഫർമേഷൻസ് എല്ലാ ദിവസവും പറയാം. നിങ്ങൾക്ക് എപ്പോഴൊക്കെ ഫ്രീ ടൈം കിട്ടുന്നുവോ അപ്പോഴൊക്കെ അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പണം എളുപ്പത്തിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു. ഞാൻ സമൃദ്ധിക്ക് അർഹനാണ്. ഞാൻ സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കുന്നു. ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടാനുള്ള പണം എൻ്റെ കൈവശമുണ്ട്. ഞാൻ വളരെ ഭാഗ്യവാനാണ് തുടങ്ങിയ അഫർമേഷൻസ് അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങൾ നമുക്ക് സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കാം. മറ്റൊന്ന്, ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയുക. ഇപ്പോഴുള്ള ചെറിയ വരുമാനത്തിനും പോക്കറ്റ് മണിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പൈസയ്ക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്കുള്ളതിനോട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് നന്ദി പറയാനുള്ള ധാരാളം സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്തത്, നമ്മൾ എത്ര രൂപയാണോ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, അതായത് മാസ വരുമാനമായിരിക്കാം, ബിസിനസ്സിലുള്ള വളർച്ചയായിരിക്കാം, പുതിയ ജോലിയായിരിക്കാം, എന്താണോ വേണ്ടത്, എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതായത് കാഴ്ചയിൽ കാണുക. നമ്മൾ കണ്ണടച്ച് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് കാണാം. നിങ്ങൾ ആഗ്രഹിച്ച സമ്പത്ത് നേടിയതിന് ശേഷം സന്തോഷത്തോടെ ജീവിക്കുന്നത് ഭാവനയിൽ കാണുക. ഇത് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലോ ഓഫ് അട്രാക്ഷൻ ചിന്ത മാത്രമല്ല, അതിന് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു പ്രവർത്തനം കൂടി ചെയ്യണം. നമുക്ക് ജോലിക്ക് അപേക്ഷിക്കാം, പുതിയൊരു സ്കിൽ പഠിക്കാം, ചെറിയ ഒരു ബിസിനസ് തുടങ്ങാം, ട്യൂഷൻ എടുക്കാം. അങ്ങനെ എന്തെങ്കിലും നമ്മുടേതായ രീതിയിൽ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം.
ഭൂരിഭാഗം പേരും ചെറിയ രീതിയിൽ തുടങ്ങുന്നതാണല്ലോ പിന്നീട് വലിയ സംരംഭങ്ങളായി വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന സത്യം, ലോ ഓഫ് അട്രാക്ഷൻ നമ്മളെ സഹായിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ നമ്മളെ സഹായിക്കും. പക്ഷേ അത് മാജിക് അല്ല. അതിന് നമ്മുടെ ചിന്തകൾ കറക്റ്റായിരിക്കണം, അതിൽ നമുക്കൊരു വിശ്വാസം വേണം, അതിനുള്ള പ്രവർത്തനവും നമ്മൾ നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. ഇനി ഇത് എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എനിക്ക് ശമ്പളം ലഭിക്കുന്നു, പക്ഷേ അത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഞാൻ ഈ പ്രാക്ടീസുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ലഭിക്കുന്ന പണത്തെ നന്നായി വിനിയോഗിക്കാൻ ഞാൻ പഠിച്ചു. ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ അതെന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. മണി അഫർമേഷൻസ് രാവിലെയും വൈകിട്ടും മുടങ്ങാതെ കേൾക്കുന്നത് നമ്മളിലേക്ക് പണത്തെ കൂടുതലായി ആകർഷിക്കാൻ സഹായിക്കുന്നു. ഇനി സമ്പത്ത് നേടാനായി ഒരു വ്യക്തിക്കുണ്ടായിരിക്കേണ്ട പ്രായോഗികമായ ശീലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമതായി, പണം ചിലവാക്കുന്നത് നിയന്ത്രിക്കുന്ന ശീലം വളർത്തുക. നിങ്ങൾ എത്ര സമ്പാദിക്കുന്നു, എവിടെയാണ് ചിലവാക്കുന്നത് എന്നതെല്ലാം എഴുതി വയ്ക്കുക. ലഭിക്കുന്ന പണം അനാവശ്യമായി ചിലവാക്കുന്നത് നിയന്ത്രിച്ച് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. അത് കൃത്യമായി പാലിക്കുകയും വേണം. അനാവശ്യ ചിലവാക്കലുകൾ നിയന്ത്രിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുക. വരുമാനം കിട്ടുമ്പോൾ ആദ്യം ഒരു ഭാഗം സേവിങ്സിലേക്കോ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ മാറ്റുക. ചിലവാക്കിയിട്ട് ബാക്കി സേവ് ചെയ്യാമെന്ന രീതി ശരിയല്ല. സേവ് ചെയ്തിട്ട് ബാക്കി ഉപയോഗിക്കുക എന്ന രീതിയിലാക്കുക. മറ്റൊന്ന്, കടം നിയന്ത്രിക്കുക. അനാവശ്യ ലോൺ, ക്രെഡിറ്റ് കാർഡ് കടങ്ങൾ എന്നിവ ഒഴിവാക്കുക. പലിശയാണ് സമ്പത്ത് വളരുന്നതിൻ്റെ ഏറ്റവും വലിയ ശത്രു. മറ്റൊന്ന്, പണം എങ്ങനെ സേവ് ചെയ്യാമെന്നുള്ള ബുക്കുകൾ വായിക്കുക. സ്ഥിരമായി അതിനെക്കുറിച്ച് പഠിക്കുക. പണം, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിസിനസ് സ്കിൽസ് എന്നിവയെക്കുറിച്ച് വായിക്കുക. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾക്ക് യൂട്യൂബിൽ കേൾക്കാൻ കിട്ടും. അറിവ് കൂടുമ്പോൾ വരുമാന സാധ്യതയും കൂടും. മറ്റൊന്ന്, ഭൂരിഭാഗം പേരും നമുക്ക് ലഭിക്കുന്ന സാലറിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണ്. നമ്മുടെ സാലറിക്ക് പുറമെ അധിക വരുമാന മാർഗങ്ങൾ കണ്ടെത്തുക. ഒരു വരുമാനം മാത്രമല്ല, ഫ്രീലാൻസിങ്, ചെറിയ ബിസിനസ്, സ്കിൽ ബേസ്ഡ് വർക്ക്, ഓൺലൈൻ വർക്ക് എന്നിവ പരീക്ഷിക്കുക. മറ്റൊന്ന്, ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. FD, മ്യൂച്വൽ ഫണ്ട്, SIP, ഗോൾഡ് തുടങ്ങിയവയെക്കുറിച്ച് പഠിച്ച് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിക്ഷേപിക്കുക. നമ്മൾ നേരത്തെ നിക്ഷേപങ്ങൾ തുടങ്ങുന്നത് ഭാവിയിൽ നമുക്ക് നല്ലൊരു വരുമാനം ലഭിക്കാൻ സഹായിക്കും. ഇനിയൊന്ന്, നമുക്ക് വേണ്ട ലക്ഷ്യങ്ങൾ, നമുക്ക് നേടേണ്ട ലക്ഷ്യങ്ങൾ വ്യക്തമായി എഴുതി വയ്ക്കുക. എനിക്ക് പണം വേണം എന്നതിന് പകരം 5 വർഷത്തിനകം എനിക്ക് ഇത്രയും പണം സമ്പാദിക്കാൻ കഴിഞ്ഞതിന് നന്ദി. എത്ര പണമാണ് എന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എഴുതി വയ്ക്കാവുന്നതാണ്. മറ്റൊന്ന്, ശീലങ്ങളും മനോഭാവങ്ങളും മാറ്റുക. സമ്പന്നർ പണം എങ്ങനെ ചിലവാക്കുന്നു എന്ന് ശ്രദ്ധിക്കുക, എങ്ങനെ സമ്പാദിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. ക്ഷമ, സ്ഥിരത, ദീർഘകാല ചിന്ത ഇവ സമ്പത്തിൻ്റെ അടിത്തറയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ്. നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായും സംരക്ഷിച്ചു നിർത്തണം. ആരോഗ്യമില്ലെങ്കിൽ സമ്പത്ത് നിലനിൽക്കില്ല. നല്ല ആരോഗ്യമാണ് നമ്മുടെ ദീർഘകാലം സമ്പാദ്യം. ഈ രീതിയിലുള്ള പ്രാക്ടീസുകൾ തീർച്ചയായും നിങ്ങളെ വലിയൊരു വിജയത്തിലെത്തിക്കും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.